പുഴുങ്ങിയ മുട്ട കൊണ്ട് രക്തവാ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. പാനിലേക്ക് കുറച്ച് കുരുമുളക്, ജീരകം, പെരുംജീരകം എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വറുത്തെടുക്കാം. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് മുട്ട, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മുട്ട നന്നായിട്ട് പൊരിച്ച് മാറ്റി വെക്കാം. ഇതേ പാനിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. മസാലകളായിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല എന്നിവ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേവി തിക്കാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. അതിനുശേഷം എടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള എഗ് തവ ഫ്രൈ കിട്ടുന്നതാണ്. ചോറിന് അടിപൊളി കോമ്പിനേഷനാണ്. രസം കൂടി ഉണ്ടെങ്കിൽ വേറെ കറി ഒന്നും തന്നെ വേണ്ട. ചപ്പാത്തിക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, ബൈ.